സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ച വ്യക്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. രോഗിക്ക് ജൂൺ 10 മുതൽ പ്രതിരോധ മരുന്നുകളും 12 മുതൽ ആന്റിബോഡിയും നൽകി തുടങ്ങിയിരുന്നു. ഇതിനു പുറമെ ഇന്നലെ ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടെത്തിച്ച റെംഡിവിർ മരുന്നിന്റെ ആദ്യ ഡോസ് ഇന്ന് രാവിലെ രോഗിക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 11 പേരുടെ പരിശോധനാഫലം പുറത്തുവന്നതിൽ ആശങ്കയ്ക്ക് വകയില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സമ്പർക്ക പട്ടികയിൽ 44 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 30 പരിശോധനകൾ നടത്തിയതിൽ നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടേതൊഴികെ മറ്റെല്ലാവരുടെയും ഫലം നെഗറ്റീവാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൃത്യമായ സഹായവും നിരീക്ഷണവും ആരോഗ്യവകുപ്പ് ഉറപ്പാക്കുന്നുണ്ടെന്നും കെ മുരളീധരൻ അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധയെ തുടർന്ന് 3 മരണങ്ങൾ സംഭവിച്ചെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ 2 മരണങ്ങളും കോഴിക്കോട് ജില്ലയിലാണ്. മൂന്നാമത്തെ മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 54 വയസ്സുള്ള സ്ത്രീയാണ്. മരണശേഷമാണ് ഇവരുടെ പരിശോധനാ ഫലം പോസിറ്റീവായത്. നിലവിൽ കേരളത്തിൽ 135 ഷിഗല്ല കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധ തടയുന്നതിനായി ജൂൺ മാസം മുതൽ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി നടന്നുവരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഷിഗല്ല ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ജില്ലയിൽ മാത്രം 68 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 16 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധയെ തുടർന്ന് നിലവിൽ 4 കുട്ടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. ഇതിൽ 2 കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിവരം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ഷിഗല്ല പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.